ഹലോ, നമുക്കിന്നൊരു പടം വരയ്ക്കാം. ഇത് വേറെ ആർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെ. ആദ്യം തന്നെ ഔട്ട്ലൈൻസ് ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻസ് വരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നത്തെ ടാസ്ക് ഷെയ്ഡിങ് ആണ്. അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ബർത്ത്ഡേ ഫംഗ്ഷന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പടം വരയ്ക്കുന്നത്. ഓൾമോസ്റ്റ് എന്നെ വിളിക്കുന്ന ഫംഗ്ഷൻസിനൊക്കെ ഞാൻ ഇതുപോലെ പടം വരച്ചിട്ട് ഗിഫ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ എന്ത് വാങ്ങണം എന്നോർത്ത് ഞാൻ തല പുണ്ണാക്കാൻ വേണ്ട. അപ്പോൾ ഓരോരോ പാർട്ടായിട്ട് ഷെയ്ഡ് ചെയ്തു. എപ്പോഴത്തെ പോലെ ഗ്രാഫൈറ്റും ചാർക്കോൾ പൗഡറും വെച്ചിട്ടാണ് ഞാൻ ഷെയ്ഡിങ് ഒക്കെ ചെയ്യാറുള്ളത്. ഏകദേശം പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ആ ഡ്രസ്സ് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു പടം കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ചെയ്ത് ഫ്രെയിമും ചെയ്തിട്ട് വേണം നമുക്കിത് ഗിഫ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയി ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു ഫിക്സേറ്റീവും കൂടെ അടിച്ചിട്ട് നമുക്കിത് ഫ്രെയിം ചെയ്യാൻ കൊണ്ടുപോകാം. പടരാതിരിക്കാനാണ് ഫിക്സേറ്റീവ് അടിക്കുന്നത്. അങ്ങനെ അതും ബാഗിലാക്കി ഫ്രെയിം ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഫ്രെയിം ചെയ്യുന്ന കടയിലേക്ക് ചെന്നിട്ടുണ്ട്. പിന്നെ അതവിടെ കൊടുത്തൊരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവരത് ഫ്രെയിം ചെയ്ത് തരും. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഫ്രെയിം ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടിയെന്ന് തോന്നുന്നല്ലേ. ഇനി അടുത്ത ടാസ്ക് ഫംഗ്ഷനിൽ പോയിട്ട് അത് ഗിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. അർഷിവ് എന്നാണ് പേര്. അർഷിക്കുട്ടൻ എന്ന് നമ്മളൊക്കെ വിളിക്കും. അവനൊരു കേക്കും കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു പടം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫോട്ടോസൊക്കെ വരയ്ക്കണമെങ്കിൽ എനിക്കൊന്ന് DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാനത് ഓപ്പൺ ചെയ്യിച്ചു. അപ്പോൾ അവർ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതുപോലെ എല്ലാവരും കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.